വലിയ വലിയ സ്റ്റാർ ഹോട്ടലിൽ പോയി നമ്മൾ കഴിഞ്ഞ് ഒരു ഒരു കടലാസിക്ക് തരും, അതിൽ എന്തെല്ലാം ഉള്ളത് ഈ ഒരു പേര് നമുക്കറിയില്ല. പുതിയ പുതിയ വിഭവങ്ങൾ, ചിക്കൻ കടായി, ചിക്കൻ 65 അല്ലേ, ഒരാഴ്ച പഴക്കമുള്ള ഇറച്ചിക്ക് ഒരാഴ്ച പഴക്കമുള്ള ശവം, അതിന് വർമാന്ന് പേര് തത്തുന്നു. ഷവർമ അല്ലേ, ഷവർമ. എന്തെല്ലാം ഭക്ഷണങ്ങളാ ഇതെല്ലാം. പുതിയ പുതിയ ടേസ്റ്റിലേക്ക്. കുരുമുളകിട്ട ചിക്കൻ, പച്ചക്കുരുമുളകിട്ട ചിക്കൻ. ഈ ശരീരം എന്ന പദാർത്ഥത്തെ സുഖിപ്പിക്കാൻ പോയി ഈ തിന്നുന്ന സാധനം കൊണ്ടൊന്നും സുഖിക്കില്ല എന്ന് വന്നപ്പോഴാണ് പദാർത്ഥങ്ങളെ അന്വേഷിച്ച് ലഹരിയുടെ പുറകെ പോവുക. പദാർത്ഥങ്ങൾക്ക് 3 അവസ്ഥയുണ്ട്: ഹരം, ദ്രാവകം, ബാധകം. ഈ പദാർത്ഥത്തെ തൃപ്തിപ്പെടുത്താൻ ഹരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, ബാധകം പോകാം. മനസ്സിലായോ? പദാർത്ഥങ്ങളുടെ 3 അവസ്ഥ. ആ ശരീരത്തെ തൃപ്തിപ്പെടുത്തുക. മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന കവിതയോ കഥയോ പാട്ടോ ഇല്ല. ആനന്ദത്തിന്റെ ലോകത്തിലേക്ക് പുതിയ തലമുറ പോകുന്നുണ്ടോ? പണ്ട് പട്ടിണി ദാരിദ്ര്യമൊക്കെ ഉണ്ട്, അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ നമുക്ക് ഭൗതിക സുഖങ്ങൾ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് മാറ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആ മാറ്റം ഉണ്ടാകുമ്പോഴും ബാഹ്യമായ വികാസത്തിന് ആനുപാതികമായി ആന്തരികമായ വികാസം ഉണ്ടാകുമ്പോഴാണ് സംസ്കാരമുള്ള ഒരു ജനത ഉണ്ടാവുന്നത്. എന്നാൽ ഇപ്പോൾ ഭക്തി പോലും ഭീകരമായിരിക്കുന്ന ഭൗതിക കെട്ടുകാഴ്ചകളായി മാറുന്നു. ഭക്തി ഭീകരമായ ഭൗതിക കെട്ടുകാഴ്ചകളാ, ആന്തരികമായിട്ടൊന്നുമില്ല. ബുഭുക്ഷുവിൽ നിന്ന് ജിജ്ഞാസുവിലേക്കുള്ള യാത്രയാണ് മനുഷ്യന്റെ യാത്ര. ബുഭുക്ഷു ഭക്ഷണം ആഗ്രഹിക്കുന്നവനാണ് ബുഭുക്ഷു.